ശേഖരൻകുട്ടി, പ്രഭാവതി ശേഖരൻകുട്ടി. എന്താ നിന്റെ ഹസിന്റെ പേര്? ശേഖർ. കേൾക്കുമ്പോ തന്നെ ഒരു വെയിറ്റ് ഉണ്ട്. പ്രഭാവതി ശേഖർ പറയാൻ തന്നെ ഒരു സുഖമുണ്ട്. ആ ശേഖരേട്ടാ, നമുക്ക് ആ കുട്ടിയെ മാറ്റിയിട്ട് ശേഖർ എന്ന് മാത്രം പോരെ? എന്റെ അച്ഛന്റെ പേര് മാധവൻകുട്ടി എന്നായിരുന്നു. അമ്മ ആ കുട്ടിയെ അങ്ങ് മാറ്റി മാധവ് എന്നാക്കിയതായി എനിക്കറിയില്ല. ഒരു പഴമയുണ്ട്, അതുകൊണ്ടാ. ഇപ്പൊ പേരിന് പഴമ, കുറെ കഴിയുമ്പോ ഞാനും പഴയതാവോ? ശേഖരേട്ടാ, എത്ര കാർ ഇവിടെ കിടപ്പുണ്ട്? ഏതെങ്കിലും ഒന്ന് എടുത്തോണ്ട് പോയിക്കൂടെ? ഈ ജോലിക്കാരോടൊപ്പം ഒന്നിച്ചു പോയി ഒന്നിച്ചു വന്ന് അവനവന്റെ വിലകളെയാ സ്വയം. നിന്നോടൊത്ത് യാത്ര ചെയ്തപ്പോഴോ, നിന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോഴോ, നിന്നെ കല്യാണം കഴിച്ചപ്പോഴോ എന്റെ വിലയ്ക്ക് കുറവ് വരേണ്ടതായിരുന്നില്ലേ? എന്നിട്ട് വന്നോ? അവനവന്റെ വില അവനവൻ തന്നെ ഉണ്ടാക്കുന്ന സ്നേഹത്തിലൂടെ, വിനയത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ. പണ്ടെന്റെ പഠിത്തമൊക്കെ പൂർത്തിയാക്കി ഞാൻ വീട്ടിൽ വന്നപ്പോ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, നാളെ മുതൽ നീ കമ്പനി ജോയിൻ ചെയ്തോളാൻ. പിറ്റേന്ന് രാവിലെ ഓഫീസിലെത്തിയ ഞാൻ അവിടെ ഒഴിഞ്ഞു കിടന്നിരുന്ന MD-യുടെ ചെയറിൽ ഗമയോടെ കയറിയിരുന്നു. അത് കണ്ടുവന്ന എന്റെ അച്ഛൻ എന്താ ചെയ്തെന്നറിയാമോ? എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു സ്റ്റൂൾ കാണിച്ചു വന്നു. ഒപ്പം ഫസ്റ്റ് പോസ്റ്റിംഗ് പ്യൂണിൻ്റെത്. കമ്പനിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും തോറും അച്ഛൻ എനിക്ക് പ്രൊമോഷൻ തന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഞാൻ ആ മാനേജിംഗ് ഡയറക്ടർ സീറ്റിലെത്തി. അതുവരെ ഞാൻ വന്നു പോയിക്കൊണ്ടിരുന്നത് ഈ കമ്പനി ബസ്സില ഇന്നും. അതുകൊണ്ട് ഞാൻ ഒത്തിരി പഠിച്ചു. പഠിക്കും തോറും വളരും, വളരും തോറും പഠിക്കണം. അത് ഭർത്താവിനെ കുറിച്ചായാലും വീട്ടുകാരെ കുറിച്ചായാലും ഓഫീസ് കാര്യമായാലും. ആ ബസ് വന്നു. വരട്ടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുക. സമയം കിട്ടണ്ടേ? നമ്മൾ കുടുംബക്കാർ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും, അത് സാധാരണ. ഞാനും പ്രഭാവതിയും തമ്മിൽ എന്തിനാ വഴക്ക്? വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഞാൻ വന്നതേ പ്രഭയെ ഞങ്ങളുടെ ക്ലബിൽ ചേർക്കാനാ. ക്ലബിലെ മറ്റു അംഗങ്ങൾ എല്ലാരും ചോദിക്കുന്നു, പ്രഭ എന്താ ക്ലബിൽ ചേരാത്ത. അതിനെന്നെ ആരെങ്കിലും അറിയോ? കൊള്ളാം, അറിയോന്നോ? ഇത്രയും വലിയ കോടീശ്വരി ആരെങ്കിലും അറിയായിരിക്കുമോ? ഈ വരുന്ന 13-ാം തീയതി ക്ലബിലെ ഇലക്ഷനാ. സെക്രട്ടേറിയറ്റ് ഞാൻ പ്രഭയുടെ പേരാണ് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്റെ പേരോ? യെസ്. എന്താ കുഴപ്പം? പ്രഭ സെക്രട്ടറി ആയ ബന്ധുക്കാരി എന്ന നിലയിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും എനിക്കല്ലേ. ഒഴിവാകാൻ നോക്കരുത്. അയ്യോ, അതല്ല, 13-ാം തീയതിയാണ് മായയുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. ഓ, അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. സത്യം പറഞ്ഞ അറിയാതാണെങ്കിലും ഞാൻ ടീച്ചറിനോട് ഒരു നെറിയേട് കാണിച്ചു. ഞാനൊരു ചിട്ടി പിടിച്ചു. അത് ടീച്ചറ് കല്യാണ ആവശ്യത്തിന് പിടിക്കാൻ വെച്ചിരുന്ന ചിട്ടിയാണെന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അല്ല, ശേഖരൻകുട്ടി ഉള്ളപ്പം ടീച്ചറിന് എന്തിനാ ചിട്ടി? കല്യാണ ചെലവ് മുഴുവൻ നടത്തുന്നത് ശേഖരൻകുട്ടിയല്ലേ. അതിന് അമ്മ ഇതുവരെ ഒരു സഹായവും ഞങ്ങളോട് ചോദിച്ചിട്ടില്ലല്ലോ. അത് പ്രഭയെ അറിയിക്കാഞ്ഞിട്ടായിരിക്കും. ശേഖരൻകുട്ടി തന്നെയാ കല്യാണം മുഴുവനും നടത്തുന്നത്. ആ, അമ്മയും കൂടപ്പുറപ്പും ഒന്നും ഇല്ലാത്ത ആളല്ലേ. എല്ലാവരുടെയും പെട്ടെന്നുള്ള സ്നേഹം കാണുമ്പം ആരും മയങ്ങിപ്പോവും. ഇപ്പൊ ശേഖരൻകുട്ടിക്ക് പ്രഭയോടുള്ളതിനേക്കാൾ സ്നേഹം വീട്ടുകാരോടാണെന്നാ നാട്ടുകാര് പറയുന്നത്. അത് വെറുതെ പറയണതാ. ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട, താനേ മനസ്സിലാവും. ഭർത്താവിന്റെ സ്നേഹം പങ്കിട്ടു പോകാൻ ഒരു ഭാര്യയും ഇഷ്ടപ്പെടാറില്ല. എങ്കിൽ ഞാൻ വരട്ടെ. ക്ലബിൽ മെമ്പർ ആവുന്ന കാര്യം മറക്കരുത്. ഞാൻ ഇനിയും വരാം. ബൈ. ഹലോ, ശേഖരൻകുട്ടി ഹിയർ. ഞാനാ. ഒന്ന് കാണാൻ. എന്നെ ഇതുവരെ കണ്ടിട്ടില്ലേ? വരണമെന്ന് പറഞ്ഞ വരണം. ദേ, എനിക്കിവിടെ നിന്ന് തിരിയാൻ നേരമില്ല, വരാൻ പറ്റില്ല. അരമണിക്കൂറിനകം എത്തണം. ഞാൻ കാത്തിരിക്കും. ഈ പെണ്ണുങ്ങളുടെ ഓരോ കാര്യങ്ങൾ. എന്താ? സാറിന്റെ അമ്മായിമ്മ വന്നിട്ടുണ്ട്. ആ ഗസ്റ്റ് റൂമിലോട്ട് ഇരുത്ത്, ഞാനിപ്പോ വരാം. ആഹാ, രണ്ടുപേരും ഉണ്ടല്ലോ. എന്താ വിശേഷിച്ച്? അത് വേണ്ട, ഞാൻ പറയാം. കല്യാണ ആവശ്യത്തിന് ഒരു ചിട്ടി പ്രതീക്ഷിച്ചിരുന്നു, കിട്ടിയില്ല.
എന്റെ പരിചയത്തിൽ ഒരു ബാങ്ക് ഉണ്ടായിരുന്നു, അത് പൂട്ടിക്കിടക്കുക. ശേഖരൻകുട്ടിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ആധാരം പണയം വെക്കാനുള്ള ഒരു ഏർപ്പാടുണ്ടാക്കി തരണം. വേറൊരു നിർവാഹവും ഇല്ലാഞ്ഞിട്ടാ. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് വിഷമമുണ്ട് എന്നെ ഒരു അന്യനായി കാണുന്നതിൽ. അമ്മയെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ പോലെയാ സ്നേഹിക്കുന്നത്. എന്നോടെന്ന പോലെ പെരുമാറിക്കൂടെ? എന്റെ സഹോദരിയുടെ കല്യാണത്തിന് കിടപ്പാടം പണയം വെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും എനിക്ക് തന്നൂടെ? ഹലോ. ശേഖരേട്ടനുണ്ടോ? ഇല്ല, പുറത്തു പോയി. മാഡത്തിന്റെ അമ്മ വന്നിരുന്നു, അവരോടൊപ്പാ പോയത്. ഇപ്പൊ ശേഖരൻകുട്ടിക്ക് പ്രഭയോട് ഉള്ളതിനേക്കാൾ സ്നേഹം വീട്ടാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പിണക്കത്തിലാണല്ലേ? ഞാൻ ചെയ്തത് ഒരു വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. എന്റെ ഭാര്യയ്ക്ക് പെട്ടെന്നൊന്ന് കാണണമെന്ന് തോന്നിയപ്പം വരാൻ പറ്റിയില്ല. ഒന്ന് ക്ഷമിക്കെന്റെ ശ്രീമതി, എനിക്കൊരല്പം തിരക്കായി പോയി. എന്റെ വീട്ടുകാരോടൊപ്പം ചെലവഴിക്കാൻ ഈ തിരക്കില്ലായിരുന്നല്ലോ. അത് ശരി, അമ്മയും ഭാർഗവേട്ടനും ഓഫീസിൽ വന്ന് അറിഞ്ഞല്ലേ? ഒളിച്ചു വെക്കാനായിരുന്നു ഉദ്ദേശം അല്ലേ? ചാടിക്കടിക്കാതെ ഞാൻ പറയുന്നു കേൾക്ക്. നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യത്തിനാണ് ഞാൻ പോയത്. നിന്റെ അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ട സർവ്വ ചെലവും ഞാൻ വഹിച്ചോളാമെന്ന് നിന്റെ വീട്ടുകാർക്ക് വാക്ക് കൊടുത്തു. അവിടുത്തെ ഒരു അംഗം എന്ന നിലയ്ക്ക് ഇപ്പോഴെങ്കിലും എന്നെ അറിയിച്ചതിൽ സന്തോഷമുണ്ട്. നീ എന്തായി പറയുന്നത്? ഞാനത് നേരത്തെ അറിഞ്ഞു, മറ്റുള്ളവർ പറഞ്ഞു. അതിനിപ്പോ തീരുമാനിച്ചതല്ലേ ഉള്ളൂ. എന്റെ വീട്ടുകാരെ സഹായിക്കുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷെ എന്നോട് കൂടി ഒന്ന് ആലോചിക്കായിരുന്നു. ഇപ്പൊ എല്ലാവരുടെയും മട്ടും മാതിരിയും പെരുമാറ്റമൊക്കെ കണ്ടാ തോന്നും ഞാൻ വന്നു കയറിയ പെണ്ണും ശേഖരേട്ടൻ ആ കുടുംബത്തിലെയാണെന്ന്. ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. എനിക്ക് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ സഹായിച്ചത് നിന്റെ വീട്ടുകാരെ. ശേഖരേട്ടൻ എന്റെ ഭർത്താവ്. എന്റെ സൗന്ദര്യവും എന്റെ സ്മാർട്ട്നെസ്സും എന്റെ വിദ്യാഭ്യാസവും കണ്ട് എന്നെ കല്യാണം കഴിച്ച എന്റെ മാത്രം ശേഖരേട്ടൻ. നീ എപ്പോഴും പറയാറുള്ള നിന്റെ സൗന്ദര്യവും നിന്റെ സ്മാർട്ട്നെസ്സും നിന്റെ വിദ്യാഭ്യാസവും നിനക്കുള്ള പ്ലസ് പോയിന്റുകളായിരുന്നു, സമ്മതിച്ചു. പക്ഷെ നിന്നെ കെട്ടി വിളിക്കാൻ കൊതിച്ച എന്നെ പഠിപ്പിച്ച ആ ടീച്ചറുടെ മോളായതുകൊണ്ടാ. ആ ടീച്ചറുടെ സ്വഭാവ മഹിമ നിന്നിലുണ്ടെന്ന് കരുതിയിട്ട. ആ ധാരണ നീ തെറ്റിക്കരുത്. എന്തിനാ മോളെ ഈ പിടിവാശി? ഞാനിതെല്ലാം ചെയ്തത് നിനക്കൂടി സന്തോഷമാവുമെന്ന് കരുതിയിട്ടില്ലേ? ദേ, ഇനി നിന്നോട് ആലോചിക്കാതെ ഞാൻ ഒന്നും ചെയ്യില്ല. പോരെ, പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തേ. ചെല്ലടി. ആ, ഈ പെട്ടിയുടെ കൊണ്ടുപോയി. എന്റെ ദൈവമേ. ആ ദേവനെ, തിങ്കളാഴ്ചയാണ് വസ്ത്രങ്ങളും ആഭരണങ്ങളും എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ശരി, അപ്പൊ അതും തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? തനിത്തനങ്ങ് പോയി എടുത്താ മതി. നന്നായിരിക്കുന്നല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട കളറിങ്ങിന് ഒത്തു കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. അമ്മയുടെ സെലക്ഷൻ കൊള്ളാം. അല്ല, നിന്റെ ഒരു തലയിലെടുത്തേ എല്ലാം സമയത്തിന് മുന്നിലെത്തി. എന്റെ കല്യാണത്തിന് ഇങ്ങനെ സഹായിക്കാൻ ഒരാളും ഇല്ലായിരുന്നു. ശേഖരേട്ടന്റെ മനസ്സതി ആർക്കാ ഉള്ളത്? മനസ്സുണ്ടായാലും കാശില്ലേ, തീർന്നില്ലേ? എനിക്ക് ആ പെണ്ണിന്റെ സ്വഭാവം അത്ര പിടിക്കില്ല കേട്ടോ. അതെന്താ? നമുക്കിട്ട് വെക്കണത് നീ ശ്രദ്ധിച്ചോ? ആഹാ, വെച്ചതാ. വേണ്ട, മൗനം വിദ്വാനുഭൂഷണം. നിനക്കും പോയിക്കോ. ഭാർഗവട്ടം കോട്ടാ ഒരു കൊട വാങ്ങിക്കാൻ പോവാ. ഈ അർദ്ധരാത്രിക്കോ? അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കൊട പിടിക്കുന്നു നീ കേട്ടിട്ടില്ലേ? ഒരു കൊടയുടെ ആവശ്യം ഇപ്പൊ നിന്റെ ഭാര്യക്കുണ്ട്. ഒന്നുകിൽ നീ വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. ഈ ഭാർഗവേട്ടന്റെ ഒരു തമാശ. തമാശയല്ല, കാര്യ. ശേഖരൻകുട്ടി, ഇത് നിനക്കാ ജുബ്ബയുമുണ്ട്. അയ്യേ, ഇതുപോലത്തെ ഫംഗ്ഷന് ചേട്ടൻ ഇതൊന്നും ഇടൂല. ചൂട്ടാ ധരിക്കാറ്. ചൂട്ടോ? അതൊക്കെ വലിയ പണക്കാരിടുന്ന പാന്റും കോട്ടുവാ. ഓ, അതാണോ? ഇത് നിനക്കാ സാരിയാ? അതിനെന്ത് വില കൊടുത്തു? 500 രൂപയാ. എനിക്കും അതേ വിലയുടെ അമ്മ മേടിച്ചു തന്നത്. ഇതും കൂടി ചേച്ചി എടുത്തോ. എന്നെയൊക്കെ കല്യാണത്തിന് ഒത്തിരി പേര് ശ്രദ്ധിക്കില്ലേ, അപ്പൊ നാണക്കേടാ. നിനക്കും വേണ്ട ജുബ്ബയുമുണ്ടും? പാന്റും ഫുൾ സ്ലീവ് ഷർട്ടും കഴുത്തേൽ ഒരു കുരുക്കും കെട്ടി ബേസ് കോട്ടും അതിന്റെ മേലൊരു കോട്ടും ഒക്കെ ഇട്ട് വടി പോലെ നിന്നാൽ അതിനൊരു ജെന്റൽ ലുക്കാ. പക്ഷേ അതിനൊരു മലയാള തനിമയില്ല. അമ്മ ആ മുണ്ട് ജുബ ഇങ്ങോട്ട് തന്നേ, ആ സാരി ഇഞ്ഞ് തന്നേ. ഇതവൾ ഉടുക്കും.
ഇത് ഉടുത്തോണ്ടേ അവൾ കല്യാണത്തിന് വരും. ഇല്ലെങ്കിൽ ഞാൻ എവിടെ ഭർത്താവാണെന്ന് പറഞ്ഞ് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ അമ്മേ? അല്ല, ഒരുങ്ങി കഴിഞ്ഞോ? എങ്ങനെയുണ്ട് ഈ സാരിയും ബ്ലൗസും ഒക്കെ? ജുവൽസ് ഓക്കെ, പക്ഷെ സാരി പോരാ അല്ലേ? ഒരു പ്രാവശ്യം പോലും ഉടുക്കാത്ത ഒറ്റ സാരിയും എനിക്കില്ല. അത് ഒരു ദിവസം തന്നെ നീ 2-3 സാരി മാറ്റി ഉടുക്കുന്നുണ്ടല്ലേ? വിഷമിക്കണ്ട, നിനക്ക് കൊടുക്കാൻ ഒരു പുത്തൻ സാരി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനെന്താ വില? 8,000. 9,000-ന് 1 രൂപയുടെ കുറവേ ഉള്ളൂ. എന്നാലും കണ്ടാൽ അത്രയും തോന്നൂല. വിലയുള്ള പല വസ്തുക്കൾക്കും നമ്മുടെ കണ്ണിൽ വില തോന്നൂലല്ലോ. കറക്റ്റ്. ആ പിന്നെ സാരെന്താ റെഡിയാകാത്തെ? കോട്ട് സൂട്ടും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ചെല്ല് ചെല്ല്. ഫോറിൻ മെയ്ഡാ. 10,000 റുപ്പീസാ. കണ്ടാൽ അത്രയും തോന്നൂ? ഞാൻ വിചാരിച്ചത് അതിലും കൂടുതലാണെന്നാ. എടി എടി, നീ ഉടില്ലെന്ന് പറഞ്ഞിട്ട് കൊടുത്തോ? അമ്മ വാങ്ങി തന്നതാ. രണ്ടും ഒരേ സ്റ്റഫാ. കളർ മാത്രം ഇച്ചിരി വ്യത്യാസമുള്ളൂ. 500 രൂപയാ. പക്ഷേ കണ്ട 10,000 രൂപ തോന്നിക്കൂലേ? ചേരടാ, സത്യം പറ, ഇത് ആര് വാങ്ങിയതാ? ഇതിനെന്താ വില? ഇത് അമ്മ തന്ന തന്നെ. അമ്മ തന്ന സമ്മാനത്തിന് വില മതിക്കാനാവില്ല. കലക്കി. ചേച്ചിക്ക് ഒരല്പം ജാട ഉണ്ടായിരുന്നു, അത് തീർന്നു. ഭർത്താവായ ഇങ്ങനെ വേണം. ശേഖരേട്ടൻ ഒരു സ്റ്റൈലൻ ഹസ്ബൻഡ് തന്നെ.